2016 ഓഗസ്റ്റ് 8 സേലം ജംഗ്ഷൻ. സേലം ജംഗ്ഷനിൽ നിന്നും എഗ്മോറിലേക്ക് പോകുന്ന സേലം എഗ്മോർ ചെന്നൈ എക്സ്പ്രസ് അടുത്ത സിഗ്നലിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. പതിവിലും കൂടുതൽ പോലീസുകാർ ആയുധങ്ങളോടുകൂടി പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ട്. യാത്രക്കാരുടെ എണ്ണം കുറവായതുകൊണ്ടും പോലീസുകാരുടെ എണ്ണം കൂടുതലായതുകൊണ്ടും ട്രെയിനിനകത്തുള്ള പാസഞ്ചേഴ്സിന്റെ ശ്രദ്ധ മുഴുവൻ ഈ പോലീസുകാരുടെ മേലായിരുന്നു. ഒരു പാസഞ്ചർ ട്രെയിനിൽ എന്തിനാണ് ഇത്ര സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരറിവുമുണ്ടായിരുന്നില്ല. സിഗ്നൽ ലഭിച്ച് ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്നും പതുക്കെ നീങ്ങാൻ തുടങ്ങി. ഉടനെ തന്നെ ആയുധങ്ങളോടെ നിൽക്കുന്ന പോലീസുകാർ ട്രെയിനിനകത്ത് കയറി. ട്രെയിൻ സിഗ്നലിന് വേണ്ടി നിർത്തുന്ന സ്ഥലങ്ങളിൽ പോലും അവർ പുറത്തിറങ്ങി നിൽക്കും. ആ പോലീസുകാർ ഏതോ ഒരു VIP-നെയോ മറ്റോ സംരക്ഷിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് പാസഞ്ചേഴ്സിന് തോന്നാൻ തുടങ്ങി. അടുത്ത ദിവസം, അതായത് 2016 ഓഗസ്റ്റ് 9 സേലത്തു നിന്നും പുറപ്പെട്ട ട്രെയിൻ രാവിലെയോടുകൂടി എഗ്മോറിൽ എത്തിച്ചേർന്നു. ട്രെയിനിൽ നിന്നും പുറത്തിറങ്ങിയ സമയത്താണ് പാസഞ്ചേഴ്സ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവർ ഇരുന്ന ബോഗിയുടെ തൊട്ടുപുറകിലായി ഒരു പാഴ്സൽ വാൻ കണക്ട് ചെയ്തിരിക്കുന്നു. അതിന്റെ സുരക്ഷയ്ക്കായാണ് ഇത്രയും പോലീസുകാർ വന്നിരിക്കുന്നത്. വിലപിടിപ്പുള്ള എന്തോ ഒന്ന് അതിനകത്തുണ്ട്. അതിനെ സംരക്ഷിക്കാനാണ് പോലീസുകാർ ഓരോ സ്റ്റേഷനിലും പുറത്തിറങ്ങി പരിശോധിച്ചത്. യാത്രക്കാരെല്ലാം ഇറങ്ങിയതിനു ശേഷം റെയിൽവേ ജീവനക്കാർ വന്ന് ട്രെയിനിൽ നിന്നും ആ പാഴ്സൽ വാൻ മാത്രം വേർതിരിച്ച് ചേറ്റ്പട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. രാവിലെ 11 മണിയോടുകൂടി RBIയിൽ നിന്നും ഒരു സംഘം ഉദ്യോഗസ്ഥർ ചേറ്റ്പട്ട് സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. അവർക്ക് മാത്രമേ ആ പാഴ്സൽ വാൻ തുറക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അതിന് ഒരു കാരണമുണ്ട്. ആ പാഴ്സൽ വാനിനകത്ത് 220 പെട്ടികളുണ്ട്. അതിൽ 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ ഉൾപ്പെടെ 340 കോടി രൂപയാണുള്ളത്. ആ പാഴ്സൽ വാനിന്റെ ലോക്ക് തുറന്ന് അകത്ത് കയറിയ ഉദ്യോഗസ്ഥർ ഒന്നടങ്കം ഞെട്ടിത്തെറിച്ചുപോയി. സീൽ ചെയ്തിട്ടുള്ള പല പെട്ടികളും പൊളിഞ്ഞു കിടക്കുന്നു. അതിൽ നിന്നെല്ലാം പണം മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ പാഴ്സൽ വാനിന്റെ റൂഫിൽ ദ്വാരമുണ്ടാക്കി അതിലൂടെയാണ് ഈ വൻ റോബറി നടന്നിട്ടുള്ളത്. ഇന്ത്യയിൽ നടന്ന ഈ ട്രെയിൻ റോബറി ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് അമേരിക്കയുടെ സ്പേസ് ഏജൻസിയായ നാസയുടെ ഉൾപ്പെടെ സഹായം ചോദിക്കേണ്ടി വന്നു. 25,000 വോൾട്ട് കറണ്ട് പാസ്സാവുന്ന ഒരു ഇലക്ട്രിക് ട്രെയിനിൽ നിന്നും ആരാണ് ഇത്രയും വലിയൊരു കൊള്ള നടത്തിയത്? പിന്നീട് അവർ എങ്ങനെ പിടിക്കപ്പെട്ടു? നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ഓടുന്ന ട്രെയിനിൽ നിന്നും ഇത്രയും കോടി രൂപ കൊള്ളയടിക്കപ്പെട്ടു എന്നത് RBI ഉദ്യോഗസ്ഥർക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. നടന്നിരിക്കുന്ന സംഭവത്തിന്റെ സീരിയസ്നെസ് പരിഗണിച്ച് കേസ് ഉടനടി ക്രൈംബ്രാഞ്ചിന് കൈമാറി. അവരാദ്യം സംശയിച്ചത് ആ പാഴ്സൽ വാനിന്റെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന പോലീസുകാരെ തന്നെയാണ്. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ മുഴുവൻ ചോദ്യം ചെയ്തെങ്കിലും അവർക്ക് ഈ റോബറിയിൽ പങ്കില്ല എന്ന് പിന്നീട് കണ്ടെത്തി. ഇതോടെ ക്രൈംബ്രാഞ്ച് 3 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം ആരംഭിച്ചു. ഒരു ടീം ഈ റോബറി എങ്ങനെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതിന്റെ വശങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തി. രണ്ടാമത്തെ ടീം സുരക്ഷാ ചുമതലയുള്ള പോലീസുകാരെയും പണപ്പെട്ടി ചുമന്നുകൊണ്ടുപോയി പാഴ്സൽ വാനിൽ കയറ്റിയ തൊഴിലാളികളെയും പണമയച്ച സേലത്തുള്ള ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ജീവനക്കാരെയും ചോദ്യം ചെയ്തു. മൂന്നാമത്തെ ടീം ഇന്ത്യയിൽ ഇതിനു മുൻപ് നടന്ന ട്രെയിൻ റോബറികളെക്കുറിച്ചും അതിൽ പങ്കെടുത്തവരെക്കുറിച്ചുമുള്ള അന്വേഷണം നടത്തി. സേലം ജംഗ്ഷനിൽ അല്ലെങ്കിൽ എഗ്മോർ സ്റ്റേഷനിൽ ഇവിടെ വെച്ചായിരിക്കും റോബറി നടന്നത് എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ CCTV പരിശോധനയിൽ ഈ 2 സ്ഥലത്തും സംശയിക്കത്തക്കതായ ഒരു നീക്കവും നടന്നിട്ടുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടരന്വേഷണത്തിലാണ് മറ്റൊരു കാര്യം അറിയാൻ കഴിഞ്ഞത്. ഈ ട്രെയിൻ സേലം മുതൽ വിരുദാചലം എന്ന സ്റ്റേഷൻ വരെ ഡീസൽ എഞ്ചിനിലാണ് ഓടുന്നത്. വിരുദാചലത്തിൽ നിന്നുമാണ് ഡീസൽ എഞ്ചിൻ മാറ്റി ഇലക്ട്രിക് എഞ്ചിൻ ഘടിപ്പിക്കുന്നത്. ഇങ്ങനെ എഞ്ചിൻ മാറ്റുന്നതിനായി 1 മണിക്കൂറോളം ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ സേലം ജംഗ്ഷനിൽ നിന്നും പെട്ടികൾ കയറ്റുന്ന സമയത്ത് തന്നെ കൊള്ളക്കാർ ആ കമ്പാർട്ട്മെന്റിൽ കയറിയിരിക്കണം. ട്രെയിൻ എടുത്തതിനു ശേഷം റൂഫിൽ ദ്വാരമുണ്ടാക്കിയതിനു ശേഷം പണം കൊള്ളയടിച്ചതായിരിക്കാം. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വ്യക്തമായ തെളിവില്ല. ഇതോടെ അന്വേഷണം വഴിമുട്ടി. 2 വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു തുമ്പൽ ലഭിക്കാതെ കേസ് അന്വേഷണം തുടങ്ങിയ സ്ഥലത്ത് തന്നെയായിരുന്നു നിന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് പോലീസ് നാസയുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്. നാസ സേലം മുതൽ എഗ്മോർ വരെയുള്ള 350 കിലോമീറ്റർ ഓടിയ ആ ട്രെയിനിന്റെ സാറ്റലൈറ്റ് ഇമേജുകൾ പോലീസിന് കൈമാറി. നാസ നൽകിയ സാറ്റലൈറ്റ് ഇമേജുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് പിന്നീട് മുന്നോട്ട് നീങ്ങിയത്.
ആ ഇമേജിൽ ഉൾപ്പെട്ട 100ഓളം ടെലിഫോൺ ടവറുകൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ ഈ 2 സ്റ്റേഷനുകൾക്കുമിടയിൽ ട്രെയിൻ സഞ്ചരിച്ച സമയത്ത് ആക്റ്റീവായ 1,00,000 മൊബൈൽ നമ്പറുകൾ കണ്ടെത്തി. അതിൽ നിന്നും 11 പേരുടെ നമ്പറുകൾ ഫിൽട്ടർ ചെയ്തെടുത്തു. ഈ 11 പേരെ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ ഇവർ മധ്യപ്രദേശിൽ നിന്നുമുള്ളവരാണെന്ന് കണ്ടെത്തി. ഇതോടെ കേസന്വേഷണത്തിന്റെ തുടക്കം മുതൽ സംശയത്തിന്റെ നിഴലിലായിരുന്ന ബാങ്ക് ജീവനക്കാർ, റെയിൽവേ തൊഴിലാളികൾ, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ എന്നിവരെയെല്ലാം ഒഴിവാക്കി അന്വേഷണം നോർത്ത് ഇന്ത്യൻ കൊള്ളസംഘങ്ങളിലേക്ക് വഴിതിരിക്കപ്പെട്ടു. 11 പേരെയും അന്വേഷിച്ചു കണ്ടെത്തിയ പോലീസിനെ കാത്തിരുന്നത് നിരാശ മാത്രമായിരുന്നു. ആ മധ്യപ്രദേശുകാർ വെറും കെട്ടിട നിർമ്മാണ തൊഴിലാളികളായിരുന്നു. അവർക്ക് ഈ റോബറിയിൽ യാതൊരു പങ്കുമില്ല. വീണ്ടും അന്വേഷണം വഴിമുട്ടി. ഇതോടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം വീണ്ടും ആരംഭിച്ചു. ഇത്തവണ ട്രെയിൻ കടന്നുപോയ സമയത്ത് ആക്ടിവേറ്റ് ആയതും അതിനുശേഷം ഡീആക്ടിവേറ്റ് ആയതുമായ സെൽഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടന്നത്. വീണ്ടും കണ്ടെത്തിയ നമ്പറുകൾ മുഴുവൻ മധ്യപ്രദേശിൽ നിന്നുമുള്ളതാണ്. ക്രൈംബ്രാഞ്ച് തുടരന്വേഷണത്തിനായി ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ച് മധ്യപ്രദേശിലേക്ക് അയച്ചു. മധ്യപ്രദേശിലെത്തിയ പോലീസ് അവരുടെ ഐഡന്റിറ്റി പുറത്തു കാണിക്കാതെയാണ് തിരച്ചിൽ നടത്തിയത്. കാരണം മധ്യപ്രദേശിലെ പല ഗ്രാമങ്ങളും കൊടും കുറ്റവാളികളുടെ താവളമാണ്. അവിടെ പോയി ഒരാളെ കസ്റ്റഡിയിലെടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവരുടെ ഗ്രാമങ്ങളിൽ പോയി ഒരാളെ പിടികൂടാൻ ശ്രമിച്ചാൽ മുഴുവൻ ഗ്രാമവാസികളും ഇളകും. അതുകൊണ്ട് തന്നെ അവരുടെ അന്വേഷണം വളരെ രഹസ്യമായിരിക്കണം. പല വേഷങ്ങളിലും ചുറ്റി നടന്ന പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റവാളികളാണ് എന്ന് സംശയിക്കുന്നവരെ നിരീക്ഷിച്ച് വിവരങ്ങൾ കൈമാറുന്നതിന് കുറച്ച് ചാരന്മാരെ ഏർപ്പെടുത്തി. ഇതോടെ അവർക്കൊരു ഇൻഫർമേഷൻ ലഭിച്ചു. കൊള്ള സംഘത്തിലെ 2 പേർ ചെന്നൈയിലേക്ക് മടങ്ങി വരുന്നുണ്ട് എന്നുള്ളതായിരുന്നു ലഭിച്ച വിവരം. തുടർന്ന് 2018 ഒക്ടോബർ 12 ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ദിനേഷ് പാർദി, റോഹൻ പാർദി എന്നീ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്നുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അവർ 2 പേരും കുറ്റസമ്മതം നടത്തുകയായിരുന്നു. അവരുടെ മൊഴി പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. മധ്യപ്രദേശ്, UP പോലുള്ള സ്റ്റേറ്റുകളിൽ കുറച്ച് ഗ്രൂപ്പുകളുണ്ട്. മോഷണമാണ് അവരുടെ സ്ഥിരം ജോലി. മോഷണ ശ്രമം ചിലപ്പോൾ കൊലപാതകം വരെയെത്തും. സ്ത്രീകളാണോ കുട്ടികളാണോ എന്ന് പോലും നോക്കാതെ ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തുന്ന ആളുകളും ചില സംഘങ്ങളിലുണ്ട്. ഇത്തരം സംഘങ്ങൾ മറ്റു സ്റ്റേറ്റുകളിൽ പോയി മോഷണം നടത്തി അവരുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങിവന്ന് ഒളിവിൽ താമസിക്കും. ഇത്തരത്തിലുള്ളവർ അവരുടെ സ്ഥലങ്ങളിൽ മോഷണം നടത്താറില്ല. ഈ മോഷണ സംഘത്തിന്റെ തലവൻ മോഹർ സിംഗ് പരോയാണ്. ഇയാളുടെ കീഴിലാണ് റോഹൻ പാർദി, ദിനേഷ് പാർദി എന്നിവർ പ്രവർത്തിച്ചിരുന്നത്. പോലീസ് പറയുന്നത് 5 മുതൽ 8 പേരടങ്ങിയ സംഘമാണ് കളവ് നടത്തിയിരിക്കുന്നത് എന്നാണ്. എന്നാൽ ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. ഇവരുടെ ആളുകൾ റോഡ് സൈഡുകളിലും റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുമെല്ലാം ടെന്റുകൾ കെട്ടി താമസിക്കും. പലതരം ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ആളുകളെ നിരീക്ഷിക്കും. ഒരു തവണ ടാർഗറ്റ് ഫിക്സ് ആയാൽ ഈ വിവരം മറ്റുള്ളവർക്ക് കൈമാറും. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സേലം റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് താമസിച്ചിരുന്ന ഇവരുടെ ഒരു സംഘം ഒരു രഹസ്യ വിവരം കേൾക്കാനിടയായത്. പോലീസുകാരും ബാങ്ക് ഉദ്യോഗസ്ഥരും റെയിൽവേ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ഒരു മീറ്റിംഗ് ആണ് ഇവരുടെ സംഘത്തിലെ ഒരു സ്ത്രീ ഒളിച്ചു കേട്ടത്. ആ സ്ത്രീ ഉടനെ ഈ വിവരം മോഹർ സിംഗിന് കൈമാറി. സേലത്തു നിന്നും കുറച്ചധികം പണം ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന വിവരമാണ് ലഭിച്ചത്. പക്ഷേ അതെപ്പോൾ, എങ്ങനെ, ഏത് ട്രെയിൻ എന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. മോഹർ സിംഗ് ഉടനെ തന്നെ ഒരു ടീമിനെ നിയോഗിച്ച് മറ്റു വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ തീരുമാനിച്ചു. അവർ നടത്തിയ അന്വേഷണത്തിൽ 2016 ഓഗസ്റ്റ് 8 സേലം ചെന്നൈ എക്സ്പ്രസിലാണ് പണം കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു വിവരം ലഭിച്ചു. എന്നാൽ അതിൽ എത്ര രൂപയുണ്ട് എന്നുള്ള ഒരു അറിവും അവർക്കുണ്ടായിരുന്നില്ല. ശേഷം മോഹർ സിംഗിന്റെ ഒരു ടീം സേലം എഗ്മോർ ചെന്നൈ എക്സ്പ്രസിൽ എല്ലാ ദിവസവും യാത്ര ചെയ്യാൻ തുടങ്ങി. 7 ദിവസത്തോളം അതേ ട്രെയിനിൽ തന്നെ യാത്ര ചെയ്ത അവർ ട്രെയിൻ ഏതൊക്കെ സ്റ്റേഷനിൽ എത്രയൊക്കെ സമയം നിർത്താറുണ്ട് എന്നുള്ളതെല്ലാം നോട്ട് ചെയ്തെടുത്തു. ഇതനുസരിച്ച് ഏത് ഭാഗത്തെത്തുമ്പോൾ കൊള്ള നടത്താമെന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായ ഒരു രൂപരേഖ തയ്യാറാക്കി. സേലം മുതൽ വിരുദാചലം വരെ ഡീസൽ എഞ്ചിനിലാണ് ട്രെയിൻ ഓടുന്നതെന്നും വിരുദാചലത്തിൽ നിന്നുമാണ് ഇലക്ട്രിക് എഞ്ചിൻ ഘടിപ്പിക്കുന്നത് എന്നും വിവരം ലഭിച്ചു. എല്ലാ വിവരങ്ങളും ശേഖരിച്ച കൊള്ള സംഘം പണം കൊണ്ടുപോകുന്ന ദിവസത്തിനു വേണ്ടി കാത്തിരുന്നു. 2016 ഓഗസ്റ്റ് 8. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പണം കൊണ്ടുപോകുന്നതിനു വേണ്ടി പോലീസ് കനത്ത സുരക്ഷ ഏർപ്പാടാക്കി. സേലം ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ട ട്രെയിൻ അയോധ്യപട്ടണം, വാഴപ്പാടി, ആത്തൂർ, ചിന്നസേലം എന്നീ സ്റ്റേഷനുകളിൽ നിർത്തി കടന്നുപോയി. രാത്രി 11 മണിയോടുകൂടിയാണ് ട്രെയിൻ ചിന്നസേലത്തിലെത്തിയത്. ചിന്നസേലം മുതൽ വിരുദാചലം വരെയുള്ള ട്രാക്കിൽ പണി നടക്കുന്നതുകൊണ്ട് വളരെ വേഗത കുറച്ചാണ് ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നത്. കൊള്ള നടത്തുവാൻ അവർ ഉദ്ദേശിച്ച സ്ഥലവും അതുതന്നെയായിരുന്നു.
ട്രാക്കിലെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സ്ഥലം എത്തിയ ഉടനെ ട്രെയിനിന്റെ വേഗത കുറഞ്ഞു. ഈ സമയം മോഹർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘം ട്രെയിനിൽ കയറി. അവർ കയറിയത് കമ്പാർട്ട്മെന്റിനകത്തായിരുന്നില്ല, 2 ബോഗികളെയും ബന്ധിപ്പിച്ചിരുന്ന ജോയിന്റിലായിരുന്നു. അതിനുശേഷം ട്രെയിനിന്റെ മുകളിലെത്തി. ചിന്നശാലത്തിൽ നിന്നും എടുക്കുന്ന ട്രെയിൻ വിരുദ്ധാചലത്തിലെ ഇനി നിർത്തുകയുള്ളൂ. അതിനിടയിൽ സ്റ്റോപ്പുകളില്ല. അതുപോലെ വിരുദ്ധാചലം എത്തിച്ചേരാൻ ട്രെയിൻ മിനിമം 45 മിനിറ്റെങ്കിലും എടുക്കും. ഇത് കൊള്ളസംഘം നേരത്തെ തന്നെ മനസ്സിലാക്കി വെച്ചിരുന്നതുകൊണ്ടാണ് അവർ ആ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത്. ഇത്രയും പോലീസുകാർ തൊട്ടടുത്തുള്ള ബോഗിയിലുള്ളപ്പോൾ യാതൊരു ഭയവും കൂടാതെ അവർ അവരുടെ പണി ആരംഭിച്ചു. എപ്പോഴെല്ലാം ട്രെയിൻ ഹോണടിക്കുന്നുവോ ആ സമയത്ത് അവർ കൊണ്ടുവന്ന ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കട്ടർ ഉപയോഗിച്ച് റൂഫ് കട്ട് ചെയ്യാൻ തുടങ്ങി. റൂഫിൽ ദ്വാരമുണ്ടാക്കിയതിനു ശേഷം 2 പേർ അതിനകത്തേക്ക് ഇറങ്ങി. മരത്തിന്റെ പെട്ടികളിലായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്. 1000ന്റെയും 500ന്റെയും നോട്ടുകൾ നിറച്ച 220 പെട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അത് മുഴുവൻ അവർക്ക് മോഷ്ടിക്കാൻ കഴിയുമായിരുന്നില്ല. കയ്യിലുണ്ടായിരുന്ന 6 ലുങ്കികളിൽ അവർ പരമാവധി പണക്കെട്ടുകൾ നിറച്ച് വലിയ ഭാണ്ഡങ്ങളാക്കി. അതിനുശേഷം അവയെല്ലാം ട്രെയിനിന് മുകളിലെത്തിച്ചു. വിരുദ്ധാചലം സ്റ്റേഷനെത്തുന്നതിന് തൊട്ടു മുൻപായി വയലൂർ എന്ന സ്ഥലത്ത് ഒരു ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്. ആ ബ്രിഡ്ജ് എത്തിയ ഉടനെ പണം താഴേക്കെറിഞ്ഞു. ഈ പണമെടുക്കുന്നതിന് അവരുടെ സംഘത്തിലെ ആളുകൾ തന്നെ താഴെ നിൽക്കുന്നുണ്ടായിരുന്നു. ശേഷം റൂഫിലുള്ളവർ ട്രെയിൻ വിരുദ്ധാചലം സ്റ്റേഷനെത്തുന്നതിന് തൊട്ടു മുൻപ് ട്രെയിനിൽ നിന്നും ചാടിയിറങ്ങി വയലൂർ ഓവർ ബ്രിഡ്ജിൽ എത്തിച്ചേർന്ന് അവിടെ ഇവർക്ക് വേണ്ടി കാത്തിരുന്ന വാനിൽ കയറി പണവുമായി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്ത് കൊള്ളയടിക്കുകയൊക്കെ ചെയ്തെങ്കിലും അവരുടെ തലയിൽ ഇടുത്തി വീണ പോലെ 2 സംഭവങ്ങൾ നടന്നു. ഒന്ന്, ഇവർ കൊള്ളയടിച്ച പണം മുഴുവനും കീറിയതും ആരും വാങ്ങാത്തതുമായ പഴയ നോട്ടുകളായിരുന്നു. ജനങ്ങൾ ബാങ്കുകളിൽ തിരിച്ചേൽപ്പിച്ചവ. കഷ്ടപ്പെട്ടതെല്ലാം പാഴായി എന്ന് മനസ്സിലാക്കിയ അവർ വേറെ വഴിയില്ലാതെ ആ പണം മുഴുവൻ കുറച്ചായി ബാങ്കുകളിൽ തന്നെ കൊണ്ടുപോയി മാറ്റാൻ തീരുമാനിച്ചു. ഇങ്ങനെ 3 കോടിയിലധികം രൂപ ഇവർ മാറ്റിയെടുത്തു എന്നാണ് പറയുന്നത്. മൊത്തം 5 കോടി രൂപ മോഷ്ടിച്ചിരുന്നു. ഈ സമയത്താണ് ഇടുത്തി പോലെ രണ്ടാമത്തെ സംഭവം നടക്കുന്നത്. 2016 നവംബർ 8 രാത്രി 8 മണി. ഈ ഡേറ്റും സമയവും ആരും അത്ര പെട്ടെന്നൊന്നും മറന്നു കാണില്ല. അതെ, അന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനം. 1000ന്റെയും 500ന്റെയും നോട്ടുകൾ നിരോധിച്ചതോടെ ആ കൊള്ളസംഘത്തിന് ബാക്കിയുള്ള തുക മാറ്റിയെടുക്കാൻ പറ്റാതായി. ഇങ്ങനെ 2 കോടിയിലധികം രൂപയുടെ നോട്ടുകൾ കത്തിച്ചു കളയുകയാണ് ചെയ്തത്. എന്താണ് ഈ സംഭവത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റിലൂടെ അറിയിക്കൂ. വ്യത്യസ്തമായ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.